ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താണെന്നുള്ളത് പറയാം. അതിന് മുൻപ് ഈ വ്ളോഗ് ബർത്ത്ഡേ വ്ളോഗാണെന്ന് ഞാൻ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബർത്ത്ഡേ വ്ളോഗാണെങ്കിലും നമ്മളതുമായി ബന്ധപ്പെട്ടൊരു വ്ളോഗാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ടാണ് പാർട്ട് 1 എന്നൊക്കെ കൊടുത്തത്. പിന്നെ അത് ഫുൾ ബർത്ത്ഡേ എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആകുമ്പോൾ നമുക്കത് ലെങ്തി വീഡിയോ ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാർട്ടുകളായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് നമുക്ക് കുറച്ച് പാക്കിങ് ചെയ്യാനുണ്ട്. ഇത് കല്ലുവിൻ്റെ സ്കൂളിലേക്കുള്ള ഗിഫ്റ്റാണ് കേട്ടോ. കല്ലുവിൻ്റെ സ്കൂളിൽ ബർത്ത്ഡേ ആയി കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് മിഠായി കൊടുക്കില്ല, അപ്പോൾ അതുപോലെ നമ്മൾ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ മിഠായി അല്ല കൊടുക്കുന്നത്, ഒരു ബോക്സിൽ ഡാർക്ക് ഫാൻറ്റസി, അതുപോലെ ചോക്കോ പൈ, ഫ്രൂട്ടി അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാവരും ബർത്ത്ഡേക്ക് കൊടുക്കുന്നതും. ഞാൻ ഇറേസർ, പെൻസിൽ അങ്ങനത്തെ ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഒരു കുട്ടിയുടെ ബർത്ത്ഡേക്ക് അതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും. അപ്പോൾ പിന്നെ ഞാൻ അത് വേണ്ടാന്ന് വെച്ചതാണ്. ബോക്സ് അതിൽ ഡാർക്ക് ഫാൻറ്റസി നമ്മൾ കല്ലു ബിസ്ക്കറ്റ് അങ്ങനെ കഴിക്കാറില്ല. കഴിക്കുകയാണെങ്കിൽ ഡാർക്ക് ഫാൻറ്റസിയാണ് പിന്നെയും കഴിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, അപ്പോൾ എടുത്ത് കൊടുക്കാനായിട്ട്. ഇതിൽ ഡാർക്ക് ഫാൻറ്റസിയും ചോക്കോപ്പയൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാണ് കേട്ടോ ചെയ്തത്. അതൊക്കെ 2 ദിവസം മുൻപേ വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണിയപ്പം വേണോ വേണ്ടേ എന്നുള്ള ഡൗട്ടിലായിരുന്നു. പിന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചു. പിന്നെ വീണ്ടും ഓക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ഇത് കല്ലു ഉറങ്ങിയതിന് ശേഷം കേട്ടോ ഞങ്ങൾ പാക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ കല്ലു സമ്മതിക്കില്ല. ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു പാക്കിങ്ങിൻ്റെ സമയത്ത്. രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ സമയം കിട്ടിയില്ലെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ രാത്രി തന്നെ ഇരുന്ന് ചെയ്തതാണ്. ഇത് ഞാൻ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ബോക്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമോയെന്നൊന്നും അറിയില്ല, കാരണം ഇവിടുത്തെ കുട്ടികൾ ഇങ്ങനത്തെ ഫുഡ് കഴിക്കുമെന്ന് അറിയില്ല. എന്തായാലും നമ്മളത് വെക്കുന്നുണ്ട്. നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാലത്താണ് ബാക്കി. അപ്പം ഇന്ന് നമ്മൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കാലത്ത് നീട്ടിട്ട് നാളെ കല്ലിൻ്റെ സ്കൂളുണ്ട്, സ്കൂളിൽ കൊണ്ടാക്കണം. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. ഒരു 2-3 ഫാമിലി. നമ്മൾ ഉണ്ണിയപ്പവും ടിഷ്യൂ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇനി അതുകൂടെ വയ്ക്കാം. അപ്പോൾ ഏട്ടൻ അതൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഞാൻ കല്ലൂന് കൊണ്ടുപോകാനുള്ള ഇതും പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാണ്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് വെക്കുന്നുണ്ട്. ഉണ്ണിയപ്പം വെച്ചോ? ഉണ്ണിയപ്പം ഉണ്ടാക്കി നല്ലത് റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ പോകാൻ. ഏട്ടൻ്റെ പാക്കിംഗ് ഒക്കെ കുറച്ചും കൂടെ ഉണ്ട്. ഈ കല്ലിന് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കൊടുക്കാനുണ്ട് അല്ലേ. സോറി വിളിക്കാൻ പറഞ്ഞ ഇന്ന് കല്ലുൻ്റെ സ്കൂളിൽ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ജീൻസ് ഇട്ട് വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് വരാൻ പറഞ്ഞു കേട്ടോ ടീച്ചർ. അപ്പോൾ പിന്നെ നമ്മളിതിട്ടു. അപ്പോൾ അതേ കല്ലുൻ്റെ കഴിഞ്ഞു. കല്ല് സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ്. അതേ കല്ലു ഇതോ എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. അതേ കല്ലു പോവാണ്. ഇന്ന് ക്ലോസിൻ്റെ ആയതുകൊണ്ട് 11 മണി വരെയുള്ളൂ ക്ലാസ്, അല്ലെങ്കിൽ 12 മണി വരെയാണ് കേട്ടോ ഉണ്ടാവാറ്.
അപ്പോൾ ഇനി അവർ വരുമ്പോഴേക്കും നമുക്ക് വൈകിട്ട് ഫംഗ്ഷനുള്ള കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാണ്ട്. അപ്പോൾ ഇനി അതാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നമ്മൾ വിളിച്ചതിൽ പകുതി പേരും വെജാണ് കേട്ടോ. അപ്പോൾ വെജ് നമ്മൾ ഫുള്ള് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് ആദ്യം കുറച്ച് കൺഫ്യൂഷനൊക്കെ ആയിരുന്നു. നോൺ കഴിക്കുന്നവർക്ക് നമ്മൾ ബിരിയാണിയാണ് കേട്ടോ, ഹൈദരാബാദി ബിരിയാണിയാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഫംഗ്ഷൻ്റെ കുറച്ച് മുൻപായിട്ട് ഏട്ടൻ കേക്ക് വാങ്ങിക്കാൻ പോകുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വെജ് കുറച്ച് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഏട്ടനും കല്ലുവിനെ കൊണ്ടുപോക്കാൻ പോയിട്ട് പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പിന്നെ പുറത്തുനിന്ന് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ ഏട്ടനും ഹെൽപ്പിനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും പിന്നെ പനീർ ഇത്രയാണ് വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ റൊട്ടി ഏട്ടൻ പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ആയി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ മൊത്തം ഒരു ക്ലീനിങ്ങും പിന്നെ കുറച്ച് ഒരു ബലൂൺ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഏകദേശം 7:30ക്കാണ് കേട്ടോ എല്ലാവരും എത്താമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അപ്പോഴേക്കും നമുക്കിതെല്ലാം കഴിഞ്ഞ് സെറ്റാവണം. അപ്പോൾ ഞാൻ ഏട്ടനും കല്ലൊക്കെ വരുമ്പോഴേക്കും വേഗം വേഗമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ കുറേ ഓരോന്നൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് സമയമൊക്കെ എടുത്തു. അപ്പോഴേക്കും ഇതേ കല്ലൊക്കെ വന്നു, സ്കൂളിൽ നിന്ന് വന്നു കേട്ടോ. പപ്പയുടെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നാ? ആഹാ, നോക്കട്ടെ, കാണിച്ചേ. അതേ വന്നു ഇവിടെ നമ്മുടെ ഫ്ലവറൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ചോറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കണം. ആര് ബർത്ത്ഡേ ഉണ്ടെങ്കിലും ഐസ്ക്രീം ഉണ്ട്. ഇതിങ്ങനെ മുക്കിയിടുന്നോ? ഏട്ടൻ ഇന്ന് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കല്ലുവിനെ വിളിച്ച് വരുമ്പോൾ ഏട്ടൻ ഓഫീസിൽ കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അവിടെ പോയി കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ എത്തിയത്. അപ്പോൾ 11:30ക്കൊക്കെ എത്തേണ്ടതാണ് കല്ലു. പക്ഷേ എത്തുമ്പോഴേക്കും ഓഫീസിലൊക്കെ പോയി എത്തിയത് പിന്നെ 1 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ. ഈ കട്ടിംഗ് ബോർഡ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല കംഫർട്ടാണ് ഇതിൽ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ മുന്നേ യൂസ് ചെയ്തിരുന്നത് വുഡിൻ്റെ ആയിരുന്നു. പക്ഷെ അതിൽ ഫംഗസൊക്കെ വരുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെ അതുമല്ല കംപ്ലൈൻറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. അപ്പോൾ ഇത് നല്ല കംഫർട്ടാണ്. അത് ഞാൻ വെച്ചത് കണ്ടില്ലേ, അവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇരുന്നോളും. പിന്നെ അത്യാവശ്യം സ്പേസും ഉണ്ട് കേട്ടോ. നമുക്ക് കുറേ വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ അതിൽ തന്നെ കട്ട് ചെയ്ത് അവിടെ തന്നെ വെക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. പിന്നെ അതുമാത്രമല്ല നമുക്കിതിൽ ചപ്പാത്തി മാവ് കുഴയ്ക്കാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ എനിക്കെന്തായാലും നല്ല ഇഷ്ടമായി. യൂസ് ചെയ്യാനൊക്കെ നല്ല സിമ്പിളായിരുന്നു. കാര്യമായിട്ടുള്ള ഫങ്ഷനൊന്നുമല്ല, പക്ഷെ എന്നാലും ബർത്ത്ഡേ ആയതുകൊണ്ട് എൻ്റെ അച്ഛനോടും അമ്മയോടും പിന്നെ ഏട്ടൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ ഒന്ന് വരാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കും ഓരോ തിരക്കുകളല്ലേ. അപ്പോൾ പെട്ടെന്നൊരു ദിവസത്തേക്ക് 2 ദിവസത്തേക്കൊന്നും വരാൻ എളുപ്പമല്ല. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേയുടെ തലേ ദിവസം വരെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്കെങ്കിലും വരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പറ്റിയില്ല കേട്ടോ. പക്ഷേ കല്ലുവിന് ബർത്ത്ഡേക്ക് ഇടാനുള്ള ഉടുപ്പ് അത് ഞാനിവിടെ നോക്കി, മാർക്കറ്റിലൊക്കെ നോക്കി. പക്ഷേ എനിക്ക് ഇഷ്ടമായില്ല. അപ്പോഴാണ് വിഷ്ണു നാട്ടിൽ പോയ സമയമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മൂനോട് പറഞ്ഞിട്ട് അവിടുന്ന് എടുത്തിട്ട് കൊടുത്തയക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം വിഷ്ണു കോട്ടയത്തു നിന്നാണ് കയറുക. അപ്പോൾ കുറ്റിപ്പുറം വഴിയാണല്ലോ പാസ് ചെയ്യുന്നത്. അപ്പോൾ കുറ്റിപ്പുറത്ത് കൊണ്ടുപോയിട്ട് ആരെങ്കിലും ഉടുപ്പ് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ഉടുപ്പ് ഇവിടെ കിട്ടും. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ ഞായറാഴ്ചയാണ് വിഷ്ണു അവിടെ നിന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ ഓരോ കാരണങ്ങൾ കാരണം അത് ചൊവ്വാഴ്ച ആക്കിയിട്ടോ. പക്ഷേ അതുമാത്രമല്ല, നമ്മൾ വൈകിട്ട് 4 മണി 5 മണിക്കാണ് കുറ്റിപ്പുറത്ത് ട്രെയിൻ എത്തുന്ന രീതിയിലുള്ള ട്രെയിനിലാണ് കയറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതും ടൈമൊക്കെ മാറി 11 മണിക്ക് കുറ്റിപ്പുറത്ത് എത്തുന്ന രീതിയിലുള്ളൊരു ട്രെയിനിലാണ് പിന്നെ വിഷ്ണു കയറുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെ എത്തിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ അച്ഛൻ കൊണ്ടുകൊടുക്കുക, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ 11 മണിക്കുള്ള ട്രെയിൻ വന്നത് 12:45 കേട്ടോ. ലേറ്റായിട്ടാണ് ഓടിയിരുന്നത്. അപ്പോൾ
അച്ഛൻ കുഴപ്പമില്ല ഞാൻ കൊണ്ടുകൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സമയത്ത് പോയത്. പക്ഷേ 11 മണിക്ക് തന്നെ അച്ഛൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ട്രെയിൻ നല്ല ഡിലേ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വിളിച്ചു. പക്ഷേ ട്രെയിൻ ഡിലേ ആണെന്ന് പറയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അച്ഛൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അച്ഛൻ കുറേ സമയമൊക്കെ അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ഉടുപ്പൊക്കെ കൊടുത്തത്. അപ്പോൾ അച്ഛൻ ഉടുപ്പൊക്കെ കൊടുത്ത് തിരിച്ച് പോരുന്ന വരെ നമ്മളും ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ട്രെയിൻ ഡിലേ ആണ്. അപ്പോൾ അച്ഛൻ അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണെന്നൊക്കെ, ഒറ്റയ്ക്കല്ല, അത്രയും സമയം അവിടെ ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ടാണല്ലോ അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടമായി. എന്തായാലും ഉടുപ്പൊക്കെ കറക്റ്റ് ടൈമിന് തന്നെ കിട്ടി കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അച്ഛൻ അതിലൊരു മിഠായിയുടെ പാക്കറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അവർ വരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മുടെ ഉടുപ്പ് സെലക്ട് ചെയ്തത് അമ്മും ചേച്ചിയൊക്കെ കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ശരിക്കും അച്ഛനോടും അമ്മൂനോടും ചേച്ചിയോടൊക്കെ താങ്ക്സ് പറയണം. താങ്ക്സ് ഒന്നും അവരോട് പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ ഇങ്ങനെ എല്ലാം പറഞ്ഞു എന്ന് മാത്രം. കറികളൊക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച സമയത്തൊന്നും കഴിയുന്നില്ല കേട്ടോ. കാരണം ഇതൊക്കെ ആയി വരുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം സമയമെടുത്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ട് പെട്ടെന്നൊന്നും നമുക്ക് ആയി കിട്ടിയിരുന്നില്ല. അപ്പോൾ ഏകദേശം പനീറൊക്കെ റെഡിയായി. ഇനി നമുക്ക് റൈസൊക്കെ കുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൈസ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ പനീർ നമ്മൾ റെഡി ആയിട്ട് അവിടെ മാറ്റി വെച്ചു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് 2 പേര് വെജ് കഴിക്കാനുള്ളൂ എന്നാണ്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ഏകദേശം ഒരു 6 പേര് വെജ് കഴിക്കാനുണ്ട്. അപ്പോൾ ഒരു സംശയത്തിലായിരുന്നു ഇനി അത് പുറത്തുനിന്ന് ഓർഡർ ചെയ്യണോ എന്നൊക്കെ. അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്തത് കേട്ടോ. ഫ്രൈഡ് റൈസ് കൂടെ ആയി കഴിഞ്ഞാൽ നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ ഫുഡിൻ്റെ കാര്യമൊക്കെ അങ്ങനെ സെറ്റാവും. പിന്നെ നമുക്ക് ബാക്കി ഉണ്ടായിരുന്നത് ക്ലീനിങ്ങൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തു. ഓക്കെ, അപ്പോൾ നമ്മളെ കുക്കിങ്ങും എല്ലാം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏട്ടനും കല്ലും കൂടി കേക്ക് എടുക്കാൻ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഫുഡ് എടുക്കാനും കൂടിയിട്ടാണ് പോയിട്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ കല്ലു കാണാതെ കല്ലിൻ്റെ ഗിഫ്റ്റുകൾ ഏട്ടനും ഞാനും കൊടുക്കുന്ന ഗിഫ്റ്റ് പാക്ക് ചെയ്യാണ്. അപ്പോൾ വേഗം പാക്ക് ചെയ്യാം. ഇത് എന്താണെന്നുള്ളത് കല്ല് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാനും ഏട്ടനും കല്ലിന് ഓരോ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 2 ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്. കല്ല് കണ്ടിട്ടില്ല അതൊന്നും. അപ്പോൾ കല്ല് കാണാതെ സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കല്ല് പോയ സമയത്ത് ഇരുന്ന് പാക്ക് ചെയ്യാണ് കേട്ടോ. 2 ഗിഫ്റ്റും ഏകദേശമൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പണിയും കൂടെ ഉണ്ട്. നമുക്ക് വരുന്ന കുട്ടികൾക്കൊരു റിട്ടേൺ ഗിഫ്റ്റ് പോലെ നമ്മൾ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമ്മളൊരു സന്തോഷത്തിന് അവർക്ക് ചെറിയ ഗിഫ്റ്റാണ് കേട്ടോ. അങ്ങനെ അത്ര വലിയ റേറ്റിൻ്റെ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ കുഞ്ഞു ഗിഫ്റ്റുകൾ ഒരു ഗിഫ്റ്റ് കവറിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും കൂടെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെക്കറേഷനുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുഞ്ഞു ഡയറികളുണ്ട്. പിന്നെ നമ്മൾ കുഞ്ഞു ടോയ്സായിട്ട് ഇതാ കുഞ്ഞു ടിപ്പികളാണ് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മൾ ഇന്നലെ കല്ലൂർ സ്കൂളിലേക്ക് കൊടുത്തില്ലേ. അപ്പോൾ അതിൻ്റെ ചോക്കോ പൈ പിന്നെ ബിസ്ക്കറ്റൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടെ കൊടുക്കണം. പിന്നെ ക്രയോൺസ് പിന്നെ ഇറേസർ, ഒരു ടോയ് പോലുള്ളൊരു ഇറേസറാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ജെൽസ് മിഠായി. അപ്പോൾ ഇത്രയാണ് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ഓരോ കവറിലായിട്ട് പാക്ക് ചെയ്യാം. അപ്പോൾ അവർ വരുമ്പോഴേക്കും ഞാനിതൊക്കെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കല്ലുണ്ട് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇത് ഓരോ നമുക്ക് പാക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ കവറ്. ഇതിലാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഓരോന്നും ഫസ്റ്റ് കവറിൽ ക്രയോൺസും പിന്നെ ലെസ്സും ഇട്ടിട്ടുണ്ട്. ഒരു ഇറേസർ, പിന്നെ ഒരു പീപ്പി, പിന്നെന്താ പിന്നെ പിന്നെ ചോക്കോബൈ, ഡാർക്ക് ഫാൻറ്റസി,
പിന്നെ അത് ഒരു ഇത്രയാണ് ഒരു കിറ്റിലുള്ളത്. അങ്ങനെ എല്ലാ കിറ്റും സെറ്റാക്കി. അപ്പോൾ അതേ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ 5 കവറാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കവറിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കിറ്റിലും ഓരോ കവറിലും 7 ഐറ്റംസാണ് ഇട്ടുള്ളത് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഐറ്റംസാണ്. അപ്പോൾ അത് കല്ല് കാണാതെ വേണം എടുത്ത് വെക്കാനായിട്ട്, അല്ലെങ്കിൽ കല്ലിലൊക്കെ എടുത്ത് വലിച്ചിടും. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെയും പണിയാവും. ഗിഫ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡെക്കറേഷനുള്ള ബലൂൺസൊക്കെ ഒന്ന് കുറച്ച് വെച്ച് വെക്കാനുണ്ട്. നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് കേട്ടോ. റെയിൻബോ തീമായിട്ടുള്ള ബലൂൺസാണ്. അപ്പോൾ അത് കുറച്ച് വേഗം നിർമ്മിച്ചിട്ട് നമുക്കിവിടെ ഏട്ടവണ്ണം ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് കുറച്ച് നിർമ്മിച്ച് വയ്ക്കും. ഇത് പല കളേഴ്സുമുണ്ട്. കല്ലിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്ന് കാണാനില്ലായിരുന്നു. നമ്മളത് കല്ലിൽ നോക്കിയിട്ട് സമയം കളയുന്നില്ല. ഏതെങ്കിലും ബലൂണുകളൊക്കെ നിർമ്മിച്ചെടുക്കും. അപ്പോൾ ബർത്ത്ഡേയുടെ എല്ലാ കാര്യങ്ങളും ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇന്ന് കേക്ക് കട്ടിങ്ങൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.